തെരഞ്ഞെടുപ്പ് തുടങ്ങുകയാണല്ലോ. തെരഞ്ഞെടുപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും. ഒരു ഗാന്ധിയൻ ഭരണാധികാരി ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ലാസ്റ്റ് മൊമെൻറ്റിൽ ചാരായം അങ്ങ് നിരോധിച്ചു. അപ്പോൾ എന്തുണ്ടായി? കളറ് ചേർത്ത് വിദേശ മദ്യമായി. ഇപ്പോൾ ജനങ്ങളെ, പാവപ്പെട്ട കൂലിപ്പണിക്കാരെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. മുതലാളിമാർ നന്നായി, അതേപോലെ തന്നെ സർക്കാരിലേക്ക് മുതൽക്കൂട്ടുമായി. ഇപ്പോൾ മുട്ടിന് വിദേശ മദ്യ ഷോപ്പുകളായി. ഞങ്ങൾക്കെല്ലാം സന്തോഷം. ഒറ്റ കുഴപ്പമുള്ളൂ, വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് വീട്ടിലെ ചിലവിന് പൈസ മുൻപ് കിട്ടിയതിൻ്റെ 10-1. പിന്നെ ഇലക്ഷൻ എടുക്കാറായപ്പോഴേക്കും ക്ഷേമ പെൻഷൻ 400 രൂപ കൂട്ടി. എല്ലാവർക്കും സന്തോഷമായില്ലേ? ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുമ്പ് 15,000 രൂപ വീട്ടു ചിലവ് നടന്നിരുന്ന സ്ഥാനത്ത് ഇന്ന് 25,000 രൂപ വേണം. ഒരു പലചരക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ 500 രൂപ കൊണ്ട് എന്ത് വാങ്ങാൻ കഴിയും? 1 കിലോ വെളിച്ചെണ്ണ, 100 ഗ്രാം മുളക്. എങ്ങനെയുണ്ട്? എവിടെയായില്ലേ? വല്ലതും മനസ്സിലാവണല്ലോ. ആവും. കഴിഞ്ഞ വർഷം സ്വാതന്ത്ര്യദിനത്തിന് പതാക ഉയർത്താനായിട്ട് ഒരു സ്കൂളിൽ ചെന്നിരുന്നു. അവിടെ ദേശീയ ഗാനം പാടിയതിന് ശേഷം പഴയ കാലത്ത് എൻ്റെ ഓർമ്മ വെച്ച് ഞാൻ ഭാരത് മാതാ കി ജയ് വിളിച്ചു. ഞാൻ മാത്രമേ വിളിച്ചുള്ളൂ. കഷ്ടം തോന്നി. കാലത്തിൻ്റെ മാറ്റം. ആ ഭാരത് മാതാ കി ജയ് വിളിച്ച ഞാൻ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഒരു സംഖ്യയായി. എങ്ങനെയുണ്ട് കാലത്തിൻ്റെ പോക്ക്? അടുത്ത കാലത്ത് രണഗീതം പാടി എന്നുള്ളതായിരുന്നു പ്രശ്നം. ഈ രണഗീതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ ആളുകൾ കുറച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വിദ്യാഭ്യാസത്തിന് മുന്നിലാണ് എന്ന് അറിയപ്പെടുന്ന കേരളം ഇതെന്തേ മനസ്സിലാക്കാതെ? എനിക്കൊന്നേ പറയാനുള്ളൂ, വരുന്ന ഭരണാധികാരികൾ ആരായാലും ക്ഷേത്രങ്ങളും ക്ഷേത്ര സ്വത്തുക്കളും ആചാരങ്ങളും സംരക്ഷിക്കാൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പുള്ളവർ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക. ഇത് ഓർമ്മയിലിരിക്കട്ടെ. ഇല്ലാതെ വന്നാൽ വരും തലമുറ നമുക്ക് മാപ്പ് തരില്ല.